ഇന്ന് നമ്മളൊരു സർവൈവൽ സീരീസ് തുടങ്ങുകയാണ്. ലെറ്റ്സ് പ്ലേ എന്ന് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. വേൾഡ് ഓപ്പൺ ആയിക്കണ്, ലോഡാവണുള്ളൂ, മെല്ലെ മെല്ലെ ലോഡാവുന്നുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് വുഡ് കട്ട് ചെയ്യാം. ആദ്യം ഈ മരത്തിൻ്റെ മേലെ നിന്ന് അടിയിലേക്ക് ഇറങ്ങട്ടെ. ഇനി കുറച്ച് വുഡ് കട്ട് ചെയ്യാം. ആദ്യത്തെ പീസ് തന്നെ നമ്മൾ കട്ട് ചെയ്തിരിക്കണേ. ആദ്യത്തെ പീസ് കിട്ടി. ഇനി കുറച്ചുകൂടി കട്ട് ചെയ്തിട്ട് നമ്മൾ ടൂൾസ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഒരു ആക്സ് ഉണ്ടാക്കണം, എന്നാൽ പിന്നെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി ഒരു ആക്സ് ഉണ്ടാക്കാം. ആക്സ് കിട്ടിയിരിക്കണേ. ഇനി നമുക്ക് കുറച്ചുകൂടി വുഡ് കട്ട് ചെയ്യാം. വുഡ് എന്തായാലും ആവശ്യം വരും. വുഡിന് എല്ലാ ടൂൾസ് ഉണ്ടാക്കാനും പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ എന്തായാലും ആവശ്യം വരും. ഇനി ഒരു പിക്കാസും കൂടി ഉണ്ടാക്കാം. ഇത് മറ്റേ ലഷ് കേവ്, ഇതിൻ്റെ അടിയിലാണ് മറ്റേ ലഷ് കേവ് ഉണ്ടാവുക. നമുക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും. കോർഡിനേറ്റ്സ് ഒന്ന് നോക്കിയെടുക്കുക. ലഷ് കേവിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇനി ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റോണ് കുറച്ച് എടുക്കണം. അതിന് നമുക്ക് ഇവിടുന്ന് കുറച്ച് മൈൻ ചെയ്യാം. സ്റ്റോണ് തന്നെ കണ്ടുകണേ. നമുക്കിത് മൈൻ ചെയ്തെടുത്തിട്ട് ടൂൾസ് ഉണ്ടാക്കാം. അതൊക്കെ ഒന്ന് പെട്ടെന്ന് മൈൻ ചെയ്യട്ടെ. അത് കുറച്ച് കിട്ടിയിരിക്കണേ. നമുക്ക് സ്റ്റോണിൻ്റെ പിക്കാസ് ഉണ്ടാക്കാൻ, എന്നാൽ കുറച്ചുകൂടി വേഗത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റോണ് പിക്കാസും ഒരു സ്റ്റോൺ ആക്സും ഉണ്ടാക്കിയിരിക്കണേ. ഇനി പെട്ടെന്ന് കട്ട് ചെയ്യുക സാധനങ്ങൾ. ഒരു ശവലും കൂടി ഉണ്ടാക്കുക, എന്തായാലും ആവശ്യം വരും സാധനങ്ങൾ. ഒരു സോഡും ഉണ്ടാക്കിയിരിക്കണേ. മോബ് വല്ലതും വന്നാൽ നമുക്ക് തല്ലി കൊല്ലാം പെട്ടെന്ന്. ക്രാഫ്റ്റ് നമ്മൾ എടുക്കുക ഇവിടുന്ന്. ഇനി ബാക്കിയുള്ള കൂടി മൈൻ ചെയ്യട്ടെ. ഇനി ഒരു ടോർച്ച് ഉണ്ടാക്കി കൈക്ക് പിടിക്കുക, എന്നാൽ കുറച്ച് വെട്ടം കിട്ടിക്കോളും, അല്ലെങ്കിൽ ഫുള്ള് ഇരുട്ടാവും കൂടെ. അത് കുറച്ചധികം തന്നെ മൈൻ ചെയ്തെടുത്തിക്കണേ. കോളും കോബിൾ സ്റ്റോൺ നമ്മൾ കുറച്ചധികം എടുത്തിക്കണേ, എന്തെങ്കിലും ആവശ്യം വരും. ഇനി ഒരു 3 ഷീപ്പിനെ കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് വൂള് കിട്ടുള്ളൂ. അല്ലെങ്കിൽ രാത്രി ആയാലും നമ്മൾ പെടും. സോംബീസൊക്കെ ഇറങ്ങിയാൽ പ്രശ്നമാണ്. അപ്പോൾ 3 വൂള് കണ്ടുപിടിക്കണം. ഒരു ഷീപ്പ് അതിൽ കൊല്ലം. ഒരു വൂള് കിട്ടിയിരിക്കണം. അങ്ങനെ 3 വൂളും കൂടി കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മളൊരു വില്ലേജ് കണ്ടുപിടിക്കണം. ആ ഭാഗത്ത് വില്ലേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അറിയില്ല. മൈൻക്രാഫ്റ്റിൻ്റെ കാര്യമാണ്, എന്നാലും പറഞ്ഞു നോക്കുക വെറുതെ. അപ്പോൾ ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ടാണ്ട് പോവാം. ഒരു ബോട്ട് ഉണ്ടാക്കിയിരിക്കണേ. ഈ ക്രാഫ്റ്റിനും കൂടി എടുക്കുക. ആ ഭാഗത്തേക്ക് പോയേക്കാം. നല്ല നിരന്ന ഏരിയയാണ്, അതുകൊണ്ട് നമുക്കൊണ്ട് വന്ന് നോക്കാം. ഏകദേശം രാത്രിയാവാനായിക്കണേ. സൂര്യ അതാ താന്നു തുടങ്ങി. അപ്പം ഇനി 2 വൂളും കൂടി പെട്ടെന്ന് കണ്ടുപിടിക്കണം. നല്ലൊരു ഏരിയ തന്നെയാണ് വീട്. മഞ്ഞുമലൊക്കെ അവിടെ നല്ല കാണുന്നുണ്ട്, നല്ലൊരു സ്ഥലമായിട്ട് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഓടാനും നമുക്ക് വയ്ക്കില്ല, കാരണം നമ്മളെ ഹങ്കർ പറ്റ കുറഞ്ഞേക്കണ്.
ഇനി കുറച്ച് ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഓടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവന്മാരെ കുറച്ച് തല്ലി കൊന്നിട്ട് കുറച്ച് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഷീപ്പ് ഇവിടെ പെട്ടെന്ന് നോക്കാം. ഷീപ്പിനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ രാത്രി കുഴി കുത്തിക്കാണ്ട് കിടക്കേണ്ടി വരും മണ്ണിൻ്റെ അടിയിൽ. ഇവനെ നമ്മൾ വെറുതെ വിട്ടിക്കണ്, ചെറുത് ഉണ്ടായതുകൊണ്ട് നമ്മളൊന്നും ചെയ്യണില്ല. പെട്ടെന്ന് നമ്മൾ ഷീപ്പിനെ ഇനി കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അവിടെ 3 ഷീപ്പ് നിൽക്കുന്നുണ്ട്. ആമാരെ പോയിക്കൊണ്ട് പെട്ടെന്ന് തീർക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ സോംബീസ് ഇറങ്ങി രാത്രിയായി. പെട്ടെന്ന് ഊട് ആവശ്യത്തിന് കിട്ടിയിരുന്നു. ഇനി ഒരു ബെഡ് ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കണം അല്ലെങ്കിലേ പെടും. ഇനി പെട്ടെന്ന് ചാടി കിടക്കാം. രാവിലെ ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല, ഇനി മെല്ലെ കളിച്ചാൽ മതി. ഈ സാധനങ്ങൾ നമ്മളെ ബെഡും ക്രാഫ്റ്റിൻ്റെ നമ്മളൊക്കെ എടുക്കാം, വെറുതെ ഇവിടെ വെക്കണ്ട. നമുക്ക് ഇനി കുറച്ചുകൂടി ഏരിയ നോക്കാം. ദേണ്ട ഒരുത്തുന്നത് കത്തണം സ്കെൽറ്റന്. ഇനി ഞാൻ കുറച്ചുകൂടി ഫുഡ് ഒപ്പിക്കട്ടെ. നിങ്ങളാരും ഒന്നും കണ്ടിട്ടില്ല, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, ഒക്കെ തോന്നലാണ്. എന്നാ ഇറച്ചി കണ്ട നമുക്ക് പോവാം. അവൻ ഹാപ്പിയാണ്. നമുക്ക് ഇവിടുത്തെ ഏരിയ ഒക്കെ ഒന്ന് നോക്കാം. നമുക്ക് ആ ഭാഗത്തൊക്കെ ഒന്ന് പോയോക്കാം. അവിടെ നല്ല ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട്. മറ്റേ മഞ്ഞുമലൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയോക്കാം. അതിന് മുന്നേ കുറച്ച് ഫുഡ് ബുക്ക് ചെയ്യാൻ വെക്കട്ടെ. ഹങ്കർ കുറവാണ്. ആദ്യം ഒരു ഫർണസ് ഉണ്ടാക്കാം, എന്നിട്ട് കുക്ക് ചെയ്യാൻ വെക്കാം. എന്നാൽ പെട്ടെന്ന് ഹങ്കർ കൂടും. അതങ്ങനെ സെറ്റ് ആയിക്കണ്. ഇനി നമുക്ക് ആണ്ട് പോയോക്കാം, ആ ഭാഗത്തേക്ക് ഒന്ന് പോയോക്കാം. ഒരു വില്ലേജ് കണ്ടുപിടിക്കണം, എന്നാലാണ് നല്ലപോലെ കളിക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഈ ഫർണസും ക്രാഫ്റ്റിംഗ് ടേബിളും നമുക്ക് എടുക്കാം. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടാവില്ല, അപ്പം എന്തായാലും എടുത്ത് കൊണ്ടുപോകാം സാധനങ്ങൾ. ഞാനിവിടെ എത്തി, പക്ഷേ ഇവിടെ വില്ലേജോ കാര്യങ്ങളൊന്നും കാണാനില്ല. ഒന്നുകൂടി തപ്പേണ്ടി വരും. ഈ മലൻ്റെ മേൽക്കൊന്ന് കയറി വെക്കാം, എന്നാൽ ശരിക്കും പോലെ കാണുന്നുണ്ടാവും. അപ്പോൾ ചുറ്റോറും കാണുമല്ലോ. ഇവിടെ കുറച്ച് അയണൊക്കെ ഇരിക്കുന്നുണ്ട്. അയണൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടായതുകൊണ്ട് നമുക്ക് എടുത്ത് കൊണ്ടുപോകാം. കേവക്ക് ഇപ്പം എന്തായാലും ഇറങ്ങണില്ല. കേവക്ക് ഇറങ്ങിയ മരണം മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ അയൺ എടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി മുന്നോട്ട് പോയി നോക്കാം. വില്ലേജ് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. വിക്കാസ് പൊട്ടി, ഒരു വിക്കാസ് ഉണ്ടാക്കട്ടെ പെട്ടെന്ന്. വിക്കാസ് റെഡിയായി. ഇനി പെട്ടെന്ന് ഞാൻ ചെയ്തെടുക്കട്ടെ. അയണൊക്കെ കുറച്ചുകൂടി ഉണ്ട്, നമുക്ക് എന്തെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. അടിയിലേക്ക് ഇറങ്ങണം. അടിയിലേക്ക് ഇറങ്ങണ്ട, പിന്നെ വരാം. ഞാൻ എന്തായാലും മേൽക്ക് കയറാം. കുറച്ചുകൂടി അയണുണ്ട്, അയണുള്ളതൊക്കെ എന്തായാലും എടുത്തിട്ട് പോകാം മേൽക്ക്. അടുത്ത് കഴിഞ്ഞാണ്. ഞാൻ എന്തായാലും മേൽക്ക് കയറാം. ഏകദേശം നൈറ്റ് ആവാനായിക്കണ്, പക്ഷെ ഇവിടുന്ന് നോക്കിയിട്ടൊന്നും കാണാനില്ല. 4 ഭാഗത്തും വില്ലേജും കാര്യങ്ങളൊന്നും കാണാനില്ല, പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. അപ്പോൾ നമുക്ക്
ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. വേറൊന്നുമില്ല. പിന്നെ ആ ഭാഗത്ത് കുറച്ച് കടലുണ്ട്. എന്തായാലും പെട്ടെന്ന് ഇവിടെ കിടന്ന് ഉറങ്ങാം. എന്നിട്ട് നമുക്ക് നീച്ചിട്ട് ആ ഭാഗത്തേക്ക് പോയി നോക്കാം. ആ ഭാഗത്തേക്ക് പോയി നോക്കാം. അവിടെ നല്ല പരന്ന സ്ഥലമായതുകൊണ്ട് വില്ലേജ് കാണാൻ ചാൻസ് ഉണ്ട്. എന്തായാലും പോയി നോക്കാം. അവിടെ ബോട്ട് വെച്ചിട്ട് ഇതിലിറങ്ങിയിട്ട് പോകാം. എന്നാൽ പെട്ടെന്ന് എത്തും. അയ്യോ, പെട്ടെന്ന് എത്തിയത് കേവിക്കാണ്. ഇവിടെ സോംബീസൊക്കെ ഉണ്ട്. എന്തെങ്കിലും പറ്റുമോ അറിയില്ല. ആർമറൊന്നും ഇല്ലാത്തതുകൊണ്ട് ബോട്ടും പോയി. ബോട്ടിലാതെ പോയി വീണ്. എമറാൾഡ് കൊണ്ട് വരാൻ പറ്റൂല. ഒരു എമറാൾഡ് അവിടെ ഇരിക്കുന്നുണ്ട്. എമറാൾഡ് നമുക്ക് എടുക്കാം. എന്തായാലും പെട്ടെന്ന് തല്ലി കൊല്ലട്ടെ. എമറാൾഡ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. എമറാൾഡ് എടുക്കാൻ പറ്റൂല. നമുക്ക് സ്റ്റോണിൻ്റെ പിക്കാസാണ്, അയണിൻ്റെ പിക്കാസാണെന്ന് തോന്നുന്നത്. എമറാൾഡ് എടുക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് മേലേക്ക് കയറാം. അപ്പോൾ എന്നാൽ ശരിയാവില്ല. ഇവിടെ ഒരു അയ ഇരിക്കുന്നുണ്ട്. അയ ഇരിക്കണമൊക്കെ നമുക്ക് കൊണ്ടുപോകാം. അയ അത്യാവശ്യമാണ്. ഇനി പെട്ടെന്ന് മേലേക്ക് കയറാം. ഞാൻ ആ ഭാഗത്തേക്ക് പോയി നോക്കാം. മെല്ലെ ഇറങ്ങാം. മെല്ലെ ഇറങ്ങിയാലും ഡാമേജ് എടുക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പോട്ടെ. എന്തോ കേവ് മാതിരി തോന്നുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പം ഇറങ്ങി നോക്കണ്ട. ഇറങ്ങിയൊക്കെ എന്തായാലും ചാവും. അതിന് മുന്നേ എന്തായാലും ഒന്ന് തീർക്കട്ടെ. അവിടെ ഒരു വില്ലേജ് ഉണ്ട്. വില്ലേജ് ഞാൻ കണ്ടുപിടിച്ചാണ്. ഇനി അവിടെ പോയിക്കണ്ട ഒരു ബേസ് സെറ്റ് ചെയ്യണം. വില്ലേജ് ഉണ്ടായാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ നോക്കുകയാണ് ഏത് ഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന് വെച്ചിട്ട്. നമ്മൾ കുറച്ച് കാലം എന്തായാലും ഇവിടെ ഉണ്ടാവും. ഒന്ന് നോക്കിക്കോ. ഇനി ഇവനിവിടെ എന്തൊക്കെയാണ് ഫാർം ചെയ്യണമെന്ന് നോക്കട്ടെ.
വീറ്റ് ഉണ്ട്, ക്യാരറ്റും ഉണ്ട്. ക്യാരറ്റ് എന്തായാലും നമുക്ക് ആവശ്യം വരും. പിന്നെ ഈ ഏരിയയിലൊക്കെ നമുക്ക് എടുത്തുകൊണ്ടാകാം. ഇതെന്തായാലും നമുക്ക് ആവശ്യം വരും. നമുക്ക് ഫുഡിന് എന്തായാലും ഏരിയയിൽ യൂസ് ചെയ്യാം. ബ്രെഡ് ഉണ്ടാക്കി കഴിക്കാം. ഈ വില്ലേജിൽ എന്തെങ്കിലും ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കട്ടെ. അതുകൊണ്ട് അതിൻ്റെ അവിടെ എടുക്കുക. അതിലെന്തെങ്കിലും സാധനങ്ങളുണ്ടാവും. ഒരു ചെസ്റ്റ് ഉണ്ട്. കുറച്ച് ബ്രെഡും പൊട്ടാറ്റയാണ് ഉള്ളത്. റീസ്പോൺ സെറ്റ് ചെയ്യട്ടെ. അല്ലെങ്കിൽ നമ്മൾ മരിച്ചാൽ അവിടെ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് റീസ്പോൺ സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്. ചെസ്റ്റ് സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം ആവശ്യമുള്ളത്. ആ ഭാഗത്തൊരു ബേസ് സെറ്റ് ചെയ്യുക. പ്ലെയിൻ ആയതുകൊണ്ട് അവിടെ നിൽക്കാൻ സുഖവും. രാത്രി കഴിഞ്ഞ് പെട്ടെന്ന് പോയി നിൽക്കുക എടുക്കട്ടെ, അല്ലെങ്കിൽ സോംബീസൊക്കെ പോയി വരും. ഇനിയൊരു ഹോ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഹേബിയയിലൊക്കെ ഒന്ന് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കുക. ഹോ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റും ഹേബിയയിൽ. അപ്പോൾ പെട്ടെന്നൊരു ഹോ ഉണ്ടാക്കട്ടെ. ഹേബിയയിൽ ഈ വില്ലേജത്ത് മൊത്തം എടുക്കാം നമുക്ക്. ഇതിൻ്റെ ഉള്ളിലും കുറച്ച് ഇരിക്കുന്നുണ്ട്. ഇതും കൂടി നമുക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ നമുക്ക് ഈ അയൺ കുളത്തിന് വേണ്ടി കൊല്ലാം ഇവിടുന്ന്. എന്നാലും പിക്കാസ് ഉണ്ടാക്കാനുള്ള അയണും കൂടിയും കിട്ടും. ഈ വീടിൻ്റെ ഉള്ളിൽ കയറാൻ മതി. ഗോളത്തിന് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂല. അയൺ കിട്ടിയേക്കണ്. എന്തായാലും ഒരു പിക്കാസ് ഉണ്ടാക്കണം. പിന്നെ ഒരു ഷീൽഡും കൂടി ഉണ്ടാക്കാം. ഏതെങ്കിലും കൂടി എടുക്കട്ടെ. എന്തായാലും ആവശ്യം വരും. ഫുഡിന് നല്ല ആവശ്യം വരും. ആ ഭാഗത്തായിട്ട് പോയി നോക്കാം. അവിടെ സെറ്റ് ചെയ്യാം ബേസ്. നമ്മളെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാം. ആദ്യം തന്നെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം നമുക്ക്. ഒരു ചെസ്റ്റ് ഉണ്ടാക്കാനുള്ള വുഡ് നമ്മളെ കൈക്കല്ലുള്ളൂ. സാധനങ്ങളൊക്കെ അതിൽ വെക്കാം. ഇനിയും വേണം 2-3 ചെസ്റ്റും കൂടി ഉണ്ടാക്കണം. അതിനുള്ള വുഡ് കുറച്ച് കണ്ടുപിടിക്കണം. ഈ മരം എടുത്ത് നട്ടാൽ അപ്പോൾ കുറച്ച് കൂടി കിട്ടും. അങ്ങനെ 2 ചെസ്റ്റും കൂടി ഉണ്ടാക്കാൻ പറ്റിയിരിക്കണേ. ഞാൻ അതും ഇവിടെ തന്നെ വെക്കാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം കൈക്കൊക്കെ. ഷുഗർ കെയിനും വീറ്റൊക്കെ നമുക്ക് ഇവിടെ നട്ട് വെക്കാം. ക്യാരറ്റും ഉണ്ട്, നട്ട് വെക്കാം ഇവിടെ.
ഇനി ഈ ഭാഗത്തായിട്ട് ഒരു മൈനിങ് ഏരിയ റെഡിയാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഷവൽ ഉണ്ടാക്കാം. ഒരു ഷവൽ ക്രാഫ്റ്റ് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് നേരെ അടിയേക്ക് ഒരു 2 ബ്ലോക്ക് വെച്ചിട്ടൊരു മൈനിങ് ഏരിയ സെറ്റാക്കണം. അധികമൊന്നും ഇപ്പോൾ പോകണില്ല, ഒന്ന് ബേസ് ഒന്ന് സെറ്റാക്കി വെക്കണുള്ളൂ. പിന്നെ ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം. എത്രയും ഭാഗം ആക്കിയിട്ടുള്ളൂ, ഇനി ബാക്കി പിന്നെ ചെയ്യാം. നൈറ്റ് ആവാനായിക്കണെന്ന് തോന്നണ്. ഈ ഏരിയയിൽ വേറെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മരം ഇവിടെ നടണം. അപ്പോൾ സാപ്ലിങ് കിട്ടുമോ നോക്കട്ടെ. സാപ്ലിങ് ഇവിടെ നിന്ന് ഒപ്പിക്കണം. അതിൻ്റെ മുന്നേ നമുക്കൊന്ന് കിടന്നിട്ട് പോവാം, അല്ലെങ്കിൽ പിന്നെ നൈറ്റ് ആവും പെട്ടെന്ന്. സോംബീസൊക്കെ ഇറങ്ങും. അപ്പോൾ വേറെ ഒന്ന് കിടന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം നമുക്ക് കുറച്ചുകൂടി വുഡ് പോയി കണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും സാപ്ലിങ് കിട്ടും. പിന്നെ അത് കൊടുന്നുകൊണ്ട് ഇവിടെ നടാം. അതിൻ്റെ മുന്നേ കുറച്ച് പൊട്ടാറ്റുണ്ട്, അതൊക്കെ ഒന്ന് ഇവിടെ നട്ടാക്കട്ടെ. രാത്രി ആയിക്കണേ, ഇനി പെട്ടെന്ന് പോയി കണ്ട് കിടക്കുക, അല്ലെങ്കിൽ സോംബീസൊക്കെ വരും. ഇനി കുറച്ച് വുഡ് നമുക്ക് മുറിച്ച് കൊണ്ടുവരാം. അതിൻ്റെ കൂടെ കുറച്ച് സാപ്ലിങ്ങും വേണം നട്ട് വെക്കാൻ. ഒരു മരം കിട്ടിയിരിക്കണ്. ഇത് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അതിൻ്റെ കൂടെ നമുക്ക് ലീവ്സും കട്ട് ചെയ്യണം. അടുത്ത മരം കിട്ടി, ഇതും കൂടി കട്ട് ചെയ്യാം. നമ്മളെ കയ്യിലുള്ള ഹോ പൊട്ടി, ഇനി മെല്ലെ ആക്കാൻ പറ്റുള്ളൂ. കയ്യേറ്റ് മെല്ലെ ലീവ്സ് മുറിയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ബേസിൽ തന്നെ പോവാം. എന്നിട്ട് കിട്ടിയ സാപ്ലിങ് അവിടെ നട്ട് വെക്കാം. 3 കിട്ടിയിരിക്കണേ, ആ 3 കൂടി നട്ട് വെക്കാം. എന്തായാലും കുറച്ച് ടൈം എടുക്കുമ്പോൾ ഇത് വളർന്നില്ലായിക്കോളും. നമ്മൾ നേരത്തെ കിട്ടിയ അയം വെച്ചിട്ട് ഒരു ഷീൽഡും ഒരു പിക്കാസും ഉണ്ടാക്കാം. ഇനി മറ്റേ അയൺ നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെക്കണം. അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഇനി അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.